കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൂലോക വൈകുണ്ഠമായിരുന്ന ശ്രീ ഗുരുവായൂരിൽ ഗുരുവായൂരപ്പനെ കാണുവാൻ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ഭക്തന്മാർക്കും മോഹമുണ്ടാവും. അവർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആ ഗോപുരവാതിൽ കടന്നതിന് ശേഷം ഇടത് സൈഡിലേക്ക് നോക്കിയാൽ ഒരു ഫ്ലൈ ഓവർ കാണാം. അവിടെ ഒരു കൂത്തമ്പലവും കാണാം. ഈ കൂത്തമ്പലത്തിന് മുൻപേ അവിടെ ഒരു ഇലഞ്ഞി മരമായിരുന്നു. നമ്മുടെ ഉണ്ണിക്കണ്ണൻ മണ്ണപ്പം ചുട്ട് കളിച്ചതും ഇലഞ്ഞിപ്പൂക്കൾ വാരി കളിച്ചതുമെല്ലാം ആ ഇലഞ്ഞി മരത്തിൽ ചുവട്ടിൽ വെച്ചിട്ടായിരുന്നു. വില്ലുമംഗലം സ്വാമിയാരും ഉണ്ണിക്കണ്ണനും പല പ്രാവശ്യം അവിടെ ഇരുന്നിട്ടാണ് സംസാരിക്കാറും കാര്യങ്ങൾ പറഞ്ഞ് ഉറപ്പിക്കുകയൊക്കെ എല്ലാം ചെയ്യുന്നത്. ഈ വിവരം നമ്മുടെ സാമൂതിരിപ്പാടിന് അറിയാം. വില്ലുമംഗലം സ്വാമിയാർക്ക് എപ്പോൾ വിളിച്ചാലും വെളിപ്പുറത്താണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ എന്ന് സാമൂതിരിപ്പാടിന് അറിയാം. അപ്പോൾ സാമൂതിരിപ്പാടിനൊരു മോഹം, ആ ഉണ്ണിക്കണ്ണനെ ഒരു പ്രാവശ്യമെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരുമോ? അപ്പോൾ വില്ലുമംഗലം പറഞ്ഞു, ശരി, ഞാനൊന്ന് ഉണ്ണിക്കണ്ണനോട് ചോദിച്ചതിന് ശേഷം മറുപടി പറയാം എന്ന് പറയുകയും പിറ്റേ ദിവസം സാമൂതിരിപ്പാടിനെ കണ്ടപ്പോൾ പറഞ്ഞു, ശിവേലി കഴിഞ്ഞ സമയത്ത് നമുക്ക് ഉണ്ണിക്കണ്ണനെ കാണാം എന്ന് ഉണ്ണിക്കണ്ണൻ സമ്മതിച്ചിട്ടുണ്ടെന്നും അതുമാതിരി ആ ശിവേലി കഴിഞ്ഞതിന് ശേഷം വില്ലുമംഗലം സ്വാമിയാരും സാമൂതിരിപ്പാടും കൂടി ക്ഷേത്രത്തിലെത്തുകയും ആ സമയത്ത് ആ ഇലഞ്ഞി മരത്തിന് ചുവട്ടിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ഒരു കണ്ണൻ ചിരട്ടയിൽ ഇലഞ്ഞി പൂക്കളിട്ട് കളിക്കുകയായിരുന്നു. ഓരോരോ പൂവ് കണ്ണൻ ചിരട്ടയിൽ ഇടുകയും ചെയ്യും. അതിൻ്റെ ഓട്ടയിൽ കൂടി ആ പൂവ് താഴത്തേക്ക് ഇങ്ങനെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ കളിച്ച് രസിച്ചിട്ട് കളിക്കുന്നതായ ഈ പൊന്നുണ്ണി കണ്ണനെ വില്ലുമംഗലം സാമൂതിരിപ്പാടിനെ കാണിച്ചു കൊടുക്കണം. ആ കണ്ണനെ കണ്ടതോടുകൂടിയിട്ട് സാമൂതിരിപ്പാടിൻ്റെ ഉള്ളിലെല്ലാം സന്തോഷത്തിൽ ആ ഉണ്ണിക്കണ്ണനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കുകയും, അപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണൻ പറഞ്ഞു, വില്ലുമംഗലം സ്വാമിയാർ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞിട്ടില്ല, കാണിച്ചു തരാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അതിന് കൊതറി ഒഴിഞ്ഞു മാറുകയും ആ സമയത്ത് സാമൂതിരിപ്പാടിൻ്റെ കയ്യിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ ചൂടിയിരുന്ന പീലി തിരുമുടി കെട്ടുകയും ചെയ്തു. ഈ പീലി തിരുമുടി വെച്ച് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഇരിക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കാര്യം വന്നു, ആ ഉണ്ണിക്കണ്ണനെ പറ്റിയിട്ട് നമുക്ക് ഒരു കഥകൾ എഴുതാം. അങ്ങനെ എഴുതിയതാണ് കൃഷ്ണഗീതി എന്ന് പറയുന്ന ആ മഹാകാവ്യം. ആ കൃഷ്ണഗീതിയുടെ ചുവട് പിടിച്ചിട്ടാണ് നമ്മുടെ ഇന്ന് കാണുന്ന കൃഷ്ണനാട്ടം കളി ഉണ്ടാക്കിയത്. കൃഷ്ണൻ്റെ, നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ 8 കഥകൾ ആണ് അതിലുള്ളത്. ഈ 8 കഥകൾക്കും ഓരോരോ ഫലശ്രുതികളുണ്ട്. അവതാരം, കാളിയമർദ്ദനം, കംസവധം, ബാണയുദ്ധം, വിവിധവധം, സ്വർഗാരോഹണം എന്ന് പറയുന്ന 8 കഥകളാണ് അതിലുള്ളത്. ഓരോരോ കഥകൾക്കും ഓരോരോ ഫലശ്രുതികളാണ്. ഇന്നും നമ്മുടെ ഓരോ കാര്യങ്ങൾ നേടുവാനായിട്ട് നമ്മൾ ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിച്ച് ഈ ഓരോരോ കഥകൾ പറഞ്ഞ് നമ്മൾ രശീതിയാക്കി കഴിഞ്ഞാൽ, അത് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സഫലമാകുമെന്നാണ് പൂർവികർ പറയുന്നത്. ഇന്ന് ജീവിക്കുന്നവരും പലർക്കും അനുഭവത്തിലുമാണ്. അതുകൊണ്ട് ഓരോരോ കഥകളുടെയും ബലശ്രുതികൾ നോക്കി നിങ്ങൾ വഴിപാട് ചീട്ടാക്കുക, വന്ന് കാണുക, കൃഷ്ണാട്ടങ്ങളെ കണ്ട് മനസ്സ് നിറയ്ക്കുക. നമ്മുടെ കാര്യം മുഴുവൻ ഭഗവാൻ നേരെയാക്കി തരും. ഇപ്പോൾ നിലവിലെ ഒരു കൃഷ്ണനാട്ടം കളി ചീട്ടാക്കുന്നതിന് 3000 രൂപയാണ്. ഇപ്പോൾ കൃഷ്ണനാട്ടം കളി കലാകാരന്മാർക്ക് കച്ചകെട്ട് അവധി ദിനങ്ങളാണ്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണനാട്ടം കളി ഇല്ല. സെപ്റ്റംബർ 1-ാം തീയതി മുതലാണ് ഇനി കൃഷ്ണനാട്ടം കളി ആരംഭിക്കുക. ആഗസ്റ്റ് പകുതിയോടുകൂടി നമുക്ക് കൃഷ്ണനാട്ടം കളി ബുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവരും കൃഷ്ണനാട്ടം കളി ബുക്ക് ചെയ്യുക. നമ്മുടെ ആഗ്രഹ സാഫല്യങ്ങൾ ഭഗവാൻ നടത്തിത്തരും, അതുറപ്പാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഹരേ ഗുരുവായൂരപ്പ ശരണം.